അപ്പോൾ ഇതാണ് മോഹനൻ ചേട്ടൻ. ഞങ്ങളുടെ വീട്ടിൽ കുട നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. മോഹനേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കുടയുടെ കാര്യങ്ങൾ ഞാൻ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് കോണ്ടാക്ട്സ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂരുള്ള ഒരാളാണ് ആദ്യം കിട്ടിയത്. അതിനുശേഷം പിന്നെ സംസാരിച്ച് വരുമ്പോഴാണ് എൻ്റെ നാട്ടിൽ ഒരാളുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. മോനേട്ടാ, നിങ്ങൾ ഈ കുട നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് എത്ര കാലമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 7 കൊല്ലമായി ഇത് ചെയ്യാൻ കുടയുടെ കാര്യം ചെയ്യുന്നു. 7 കൊല്ലമായി. 7 കൊല്ലമായി. 2016 ഏപ്രിൽ 10 ഞാൻ വീട് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കയറിയ സമയത്ത് വീണിട്ടാണ് എനിക്ക് അപകടം പറ്റിയത്. വീടിൻ്റെ മുകളിൽ കയറിയപ്പം താഴേക്ക് സ്ലിപ്പായി വീണുപോയി. അപ്പോൾ 2016 ഏപ്രിൽ 10 പിന്നെ ഒരു കൊല്ലത്തോളം ഹോസ്പിറ്റലായിരുന്നു. മംഗലാപുരം പോയി സർജറിയും ചെയ്തു. വെല്ലൂരടക്കം പോയി തിരിച്ചു വന്നു. പിന്നെ ഇപ്പോൾ വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റും. അതിനുശേഷം അന്ന് കുടയും പേപ്പർ പേനി ഞങ്ങളെ കൂടുതൽ തന്നെ ഇതേപോലെ ഉള്ള ആൾക്കാരുടെ പോയി പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്. ഇതിപ്പോ ഒരു കമ്മ്യൂണിറ്റി പോലെ കുറച്ച് ആൾക്കാരുണ്ട് തോന്നുന്നല്ലേ? ഇത് നിങ്ങളുടെ ടീമായിട്ട് ഗ്രൂപ്പിൽ കാണുക, വാട്സാപ്പിൽ കാണുക ഒരുപാട് ആളുണ്ട്. അതിങ്ങനെ അവിടെ പക്ഷേ ചില ആൾക്കാർക്ക് ഇങ്ങനെ 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 മൂവ് ചെയ്യാൻ പറ്റും, വണ്ടി എടുത്ത് പോകാൻ പറ്റുന്ന ആളുണ്ടാവും. അങ്ങനെ പഴയ ഈ പരിക്കുന്ന അനുസരിച്ചിട്ടാണ് ഒരാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് വരുന്നത് കുറേശ്ശെ വീൽ ചെയറിൽ ഇരുന്ന് വണ്ടിയിൽ വന്നിട്ട് ഇവിടെ വന്ന് പിന്നെ വീൽ ചെയറിലേക്ക് മാറിയിട്ട് എന്നെ അങ്ങനെ വന്ന് ഒരാൾ പഠിപ്പിച്ചു തന്നു. അത് പള്ളിക്കുന്നിൽ സുകുമാരൻ എന്ന ഒരാളായിരുന്നു. അയാളെ വന്ന് പഠിപ്പിച്ചു തന്നു. അതിനുശേഷം ഞാൻ 2017 മുതൽ കുടയുണ്ടാക്കാൻ തുടങ്ങി. പള്ളിക്കുന്ന് സുകുമാരേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞേക്കാൻ അവർ കുടയുണ്ടാക്കുന്ന ആളല്ലേ? അവരല്ലേ? അതന്നെ. അപ്പോൾ അയാളാണ് ഇവിടെ വീട്ടിൽ വന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന് പേപ്പർ പെൻ ഉണ്ടാക്കാനും കുടയുണ്ടാക്കാനും. ഇപ്പൊ അതിനുശേഷം എങ്ങനെ ഇതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ? സെയിലെല്ലാം ഈ ഫേസ്ബുക്ക് വാട്സപ്പ് മാത്രം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി മാത്രം സെയിലൊക്കെ നടക്കുന്നുണ്ടോ? മോശമില്ലാത്ത വിധത്തിൽ നടക്കുന്നുണ്ട്. എങ്ങനെ ഈ കുടയുടെ റേറ്റ് ഒക്കെ വരുന്നത്? കുട വെച്ചാൽ പിന്നെ ബ്ലാക്ക് വെക്കുന്നത് 400 രൂപക്കാണ്. ഇത് കളറ് 410 രൂപയുടെ വ്യത്യാസം. പിന്നെ ഇതുപോലെ പ്രിന്റ് ഉണ്ട്. ഇത് 430 രൂപ. ഈ പ്രിന്റ് 430 രൂപ. ഇത് ഏറ്റവും ക്വാളിറ്റിയിലെ മെറ്റീരിയൽ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫ്യൂമ പോലത്തെ മെറ്റീരിയൽ, ഹാപ്പിയിലെ തുണി ഇതെല്ലാം ഉപയോഗിക്കുന്നത്. വില കുറച്ച് കൊടുക്കാൻ പറ്റും, പക്ഷേ നമ്മൾ ആ ഫ്രെയിം എടുക്കാറില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് വരും. നമ്മൾ വെച്ചാൽ ഈ ഷോപ്പിൽ പോയി കുട വാങ്ങിക്കും പോലെയല്ല. ഷോപ്പിൽ പോയിട്ടുള്ള കുട മേടിച്ച് തന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ ആ കുടയിലെ ഷോപ്പിലേക്ക് പോകില്ല ആളും. പോകില്ല. നമ്മൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടും കുടക്ക് കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊരാൾ വന്നത് കുട എല്ലാം പൊടിഞ്ഞു പോകുന്നു പറഞ്ഞാൽ, തുണി പൊടിഞ്ഞു പോകുന്നു പറഞ്ഞാൽ വന്നത്. ഇല്ല അത്ര ആയിട്ടില്ല, 1 കൊല്ലം ആയിട്ടും. അവർ വാങ്ങിച്ച കഴിഞ്ഞ കൊല്ലം അപ്പുറത്തെ കൊല്ലം വാങ്ങിച്ചത് 1 കൊല്ലം 2 കൊല്ലമായി. അപ്പോൾ പക്ഷെ അവരും പറഞ്ഞ കാര്യമില്ല, അവർ കുട എടുത്തിട്ടില്ല. അവർ കുട കൊണ്ടൊരു അലമാരിലവിടെ വെച്ചു. അങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ചു. വെക്കുമ്പോഴേക്ക് ഒന്ന് എടുത്ത് നോക്കുമ്പോഴേക്ക് കംപ്ലീറ്റ് എലി നിന്നിട്ട് കംപ്ലീറ്റ് ഓട്ടം വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത് കുട പൊടിഞ്ഞെന്ന്. എനിക്ക് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ അവരെ കാണിച്ചു കൊടുത്തു. ഒന്ന് ഇത് പൊടിച്ചു തന്നാൻ തുണിയെന്ന് വന്നു. അപ്പോഴേക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് വരെയില്ലേ അതുവരെ എലി തിന്നിനി. ഇതിപ്പോ ഈ മെറ്റീരിയൽ ഇപ്പൊ നമ്മള് ഷോപ്പിലൊക്കെ ഇങ്ങനെ വില കുറഞ്ഞൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ സാധനത്തിന്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ക്വാളിറ്റി വ്യത്യാസം ഉണ്ട്. നമ്മൾ ഈ ഫ്യൂമ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ഉണ്ട്. ഇതിന്റെ മേലെ തന്നെ ഉണ്ടാവും. ഇതിന്റെ മേലെ തന്നെ ഉണ്ടാവും ബ്രാൻഡ്. ഫ്യൂമ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഫ്യൂമ ഇതാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി ഫ്രെയിം. ഇതാണ് ഫ്യൂമേന്റെ ഹാപ്പിയുടെ തുണി. അതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഇതേ ഫ്യൂമേന്റെ പ്രൊഡക്ട്സ് നമുക്ക് ഈ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അല്ലെ? നമുക്ക് നോക്കി കാണുമോ? ഇല്ല കാണൂല. കാരണം ഇപ്പോൾ പോപ്പി ആണെങ്കിൽ പോപ്പീൻ്റെ പേരടിക്കും. ഇനി അതിനടിക്കും. ഇത് ഫ്യൂമ മറ്റൊരു നല്ലൊരു ഏറ്റവും ക്വാളിറ്റി ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കമ്പനി ഉണ്ട്. KR, ലിറ്റ എന്നെല്ലാം മറ്റും വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. കാരണം അതെല്ലാം കംപ്ലൈൻറ്റ് വരുന്ന സാധനമാണ്. ഇതിന് മെറ്റീരിയൽ ഇപ്പോൾ എങ്ങനെ നിങ്ങൾ പിന്നെ അവർ ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചേരുന്നതാണോ, അല്ലെ നമ്മളിങ്ങനെ ഡിമാൻഡ് ചെയ്യുക കളേഴ്സ് ഇന്ന കളർ വേണമെന്നുള്ളത്? പിന്നെ ശരി, പൊതുവേ ഇങ്ങനത്തെ ഈ കളർ 6 തരം കളറാണ് ഉണ്ടാവുക. 6 തരം. ചില ഒരു പിങ്ക്, 2 ടൈപ്പ് മെറൂണ്, പിന്നെ ഇതേപോലെ ഒരു പീക്കോക്ക്, പിന്നെ അങ്ങനെ ഒരു 6 തരം കളറുണ്ട്. അതാണ് മാനുവലായിട്ട് വരുന്ന കളർ. അത് നമ്മൾ കേരള റെഡിമെയ്ഡ് കളർ എന്നാണ് പറയുക. 6 കളർ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചില കളറും ചില പിന്നെ പീക്ക് ഇതെല്ലാം ഉണ്ടാവും. പിന്നെ ആഷ് കളറ്, കോഫി ബ്രൗൺ, അതെല്ലാം അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു 5-8 കളറാണ് ഉണ്ടാവുക.
അപ്പോൾ അത് അവരുടെ സ്ഥിരമായിട്ട് അടിച്ച് ഉണ്ടാക്കും. ഈ ഫ്രെയിമിനനുസരിച്ച് അവരുണ്ടാക്കും. നമ്മളത് ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എത്ര സെലക്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ തരും. നമ്മളിങ്ങനെ മിനിമം ഓർഡർ ഇത്ര എണ്ണം കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് എടുക്കുമ്പോൾ മിനിമം മിനിമം ഒരു 10-60 എണ്ണം എടുത്തിട്ട് നമുക്കിത് പൈസ മുതലാവില്ല. കാരണം ഓരോ കെട്ടിനും ഭയങ്കര ട്രാൻസ്പോർട്ടേഷൻ. കാരണം ഒരു കെട്ടിന് 250 രൂപ 300 രൂപ പാർസൽ സർവീസിലാവും. അതിന് പുറമെ ലോഡിങ് അൺലോഡിങ് ചാർജ് വേറെയാവും. കാരണം കോഴിക്കോട് നിന്ന് അവർക്ക് അവിടെ ലോഡ് ചെയ്ത് കൊടുത്ത ചാർജ്, അതേപോലെ ആ ചാർജൊക്കെ വരുന്നുണ്ട്, അതെല്ലാം വേറെ വരും. ഇവിടെ വന്നിട്ട് ഇവിടെയും പിന്നെ ഹിമാലി ഇതെല്ലാം മറ്റേ ഇവർ എടുത്ത് ലോറിയിൽ നിന്ന് ഇറക്കിയിട്ട് കയറ്റുന്ന ചാർജും രണ്ടാമത് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് തരുന്ന ചാർജ് അതെല്ലാം വരും, ലോഡിങ് ചാർജ് അങ്ങനെല്ലാം വരും അല്ലേ. ശരാശരി ഒരു കെട്ടിന് 80 രൂപ അവിടെയും വന്നു ഇവിടെയും വരും. 160 രൂപ അതന്നെ വരും. അതിലിപ്പോ പിന്നെ എത്ര പിന്നെ കുടയുണ്ടാവും, ഇതുണ്ട് മെറ്റീരിയൽ ഉണ്ടാവും? മെറ്റീരിയൽ 60 മെറ്റീരിയൽ എടുത്താൽ 60 വേണം. ഒരു വലിയ കെട്ട് ഒരു 60ന്റെ ഒരു കെട്ടാന്ന് അവർ ശരിക്കും ഒരു 22-60 5 ഡസന്റെ ഒരു പെട്ടിയാണ് ഉണ്ടാവുക. ഇത് ഇതിന്റെ കമ്പി വെയിറ്റ് ഉണ്ടാവും, അത് ഉണ്ടാവും, നല്ല വെയിറ്റ് ഉണ്ടാവും. 5 ഡസന്റെ ഈ കമ്പി. പിന്നെ തുണി നമ്മൾ സെലക്ട് ചെയ്യും. തുണി നമുക്ക് വേണ്ടത് എങ്ങനെയാ വെച്ചാൽ ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കുറച്ചെടുക്കും, ഈ പ്രിന്റുകൾ വേറെ എടുക്കും, പിന്നെ കളർ കൊടുക്കും. എല്ലാം കൂടെ മിക്സ് ആയിട്ട് അത് അവർ അനുസരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളും എല്ലാം അവർ എടുത്തതിന് എല്ലാം കൂടെ ഒരു പെട്ടിയിലാക്കി കഴിഞ്ഞാലാണ് ഈ ചാർജ് വരിക. ഒരു 250 രൂപയോളം മറ്റേ ഇവിടെ പാർസൽ ചാർജ്, 160 രൂപ അങ്ങനെ മറ്റേ ഇതിൻ്റെ ചാർജ്, ചുമട്ടുകാരെ ചാർജ്, പിന്നെ അവിടെ നിങ്ങളുടെ ഓട്ടോറിക്ഷക്കാരെ അതാണ് അവിടെ നിന്ന്. അതായത് നമ്മളിപ്പം കോഴിക്കോട് നിന്ന് തൃശ്ശൂരിൽ ഒരു സാധനം എത്തുമ്പോഴേക്ക് തന്നെ നമുക്ക് അതിൻ്റെ മേലെ 7 രൂപ ശരിക്കും ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. ഞാൻ കണക്കൂട്ടി നോക്കി. ഇതിപ്പോ ഇതിന്റെ ഇൻസ്റ്റാൾമെന്റ് ഈ സംഭവം ചെയ്യാൻ വേണ്ടി ഒരു കുട ഉണ്ടാക്കാൻ വേണ്ടി എത്ര ടൈം എടുക്കും? ശരാശരി ഒരു 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ. കാരണം ഇത് ഇത് വേറെ ഉണ്ട് ഇത് ഫ്രെയിം ഇതാ ഇല്ല ആ പുറത്തുണ്ട് ഒരു കമ്പി എടുത്താമോ. ഇതാണല്ലോ 6 വരും. 6 വന്നു കഴിഞ്ഞാൽ 6 ഇങ്ങനത്തെ കെട്ടുണ്ടാവും. അങ്ങനെ 10 കെട്ടുണ്ടാവും ഇത് ഒരു ബോക്സിൽ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 10 കെട്ട എടുക്കൂ. കാരണം എന്നാലും നമുക്ക് കൊണ്ടുവന്നാൽ മുതലാവും. ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ചാർജ് വരും. പിന്നെ ഇതിങ്ങനെ നിവർത്തിയിട്ട് അതിൻ്റെ മേലെ ഫ്യൂമാന്ന് പറഞ്ഞിട്ട് ശരിക്കും കാണുന്നു ഈ കവറിൻ്റെ മേലെ ഈ ഗ്യാപ്പിൻ്റെ കണ്ട് ഇതല്ലേ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എടുക്കുക. ഇതിൻ്റെ വില കുറഞ്ഞുണ്ട്. 30 രൂപ 40 രൂപ 50 രൂപ വരെ കുറയുന്ന കമ്പിയുണ്ട്. പക്ഷെ അതെല്ലാം കംപ്ലൈന്റ് വരും. ഈ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തിട്ടല്ലേ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും. പിന്നെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ഇത് അതായത് ഒരു കുടക്ക് 33 തുന്നുണ്ട്. നമ്മൾ 33 തുന്നു തുന്നണം. ഇതിനല്ലേ സൈഡ് ഇതാ ഈ സൈഡ് 8 തുന്ന്, ഈ ഓരോ കമ്പിക്ക് ഓരോ 4 തുന്ന് 3 തുന്ന്, അങ്ങനെ ഒരു കമ്പിക്ക് ഇങ്ങനെ അടക്കം 4 തുന്ന് വരും ഒരു കമ്പിക്ക്. എന്നിട്ട് പിന്നെ ഇതിന്റെ ബാക്കി സാധനം ബാക്കിയെല്ലാം ഈ കുട്ടികളെ കൊടയും ഇതുപോലെ തന്നെയല്ലോ? ഇതേപോലെ തന്നെ ഇത് പരിപാടികൾ അതിന്റെ റേറ്റ് എങ്ങനെ വരുന്നത്? കുട്ടികളെ കൂടെ പൊതുവെ 330 ആ ലെവലിലാണ് കൊടുക്കുന്നത്. അത് ഇത് 19 സൈസ്. പിന്നെ അത് 19 പറയുമ്പോൾ ഈ ചെറുതല്ലേ? അതന്നെ ഈ കാണുന്ന ചെറുതല്ലേ? ഇത് 19 സൈസ്. 19. അതേസമയം നിങ്ങൾ താഴെ അവിടെ സോഫയിലുള്ളത് 17 സൈസാണ്. അതൊരു അംഗനവാടിയിലേക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച സാധനമാണ്. അത് അതിനേക്കാൾ ചെറുതാണല്ലേ? കുറച്ച് ചെറുത്. അംഗനവാടി കുട്ടികൾക്കില്ലേ പറ്റുന്ന ടൈപ്പ്. അത് 17. അതിനെത്ര റേറ്റ് വരും അപ്പോൾ? അതിപ്പം 260 270 ആ ലെവലിലാണ് കൊടുക്കുന്നത്. ഇതിപ്പോ എങ്ങനെ കൊറിയർ ചെയ്യുന്നുണ്ടോ അതോ? കൊറിയർ ചെയ്ത് കൊടുക്കലുണ്ട്. കൊറിയർ അയക്കലുണ്ട്. കൊറിയർ ചാർജ് അപ്പോൾ എക്സ്ട്രാ പാർട്ടിയോട് വാങ്ങിക്കും. പാർട്ടിനോട് എത്ര വരില്ല സാധാരണ? അതിപ്പം സാധാരണ ഒരു കുടയിലാകുമ്പോൾ ഒരു 40 രൂപ ആവുന്നുണ്ട്. 40 രൂപ. ഇവിടെ പോസ്റ്റ് ഓഫീസിലാണ്. പോസ്റ്റ് ഓഫീസ് പാർസൽ ചാർജ്. കൊറിയർ ആകുമ്പോൾ കൂടും. അപ്പോൾ 2, 3, 5 കുടയിലാകുമ്പോൾ പോസ്റ്റ് ഓഫീസ് അയക്കുന്നത് നല്ലത്. കാരണം വെച്ചാൽ അത് പോസ്റ്റ് ഓഫീസുകാരൻ വീട്ടിൽ കൊണ്ടു കൊടുക്കും. കൊറിയർ ആകുമ്പോൾ നമ്മൾ കൊറിയറിൻ്റെ ഓഫീസിൽ പോയിട്ട് വാങ്ങിക്കണം. പോസ്റ്റ് ഓഫീസിലല്ല, പോസ്റ്റിലാണ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂരൊക്കെ തന്നെ കുട അയച്ചിട്ടുണ്ട്. ഹൈദരാബാദിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈദരാബാദിലേക്ക് ഒരു കുട 2 കുട അയക്കുമ്പോൾ വരുന്ന 62 രൂപ വരിക. 2 കുടക്ക് 62 വരും. 2 കുടക്ക് 62. ആ ഒരു കുടയാകുമ്പോൾ 40 രൂപ വരും. അതേസമയം 3 എണ്ണം ആകുമ്പോൾ 80 രൂപ വരുന്നല്ലോ. 3 എണ്ണം ആകുമ്പോൾ അപ്പോൾ കൂടുതലാകുമ്പോൾ ഈ വെയിറ്റിൻ്റെ കണക്കാണ് അവർക്ക്. അതിൽ ഒരു 500 ഗ്രാം വരെ ഒരു റേറ്റ്. അതിപ്പോൾ 400 ആണെങ്കിൽ നമ്മൾ ആ ചാർജ് അടക്കണം. പിന്നെ 750.
പിന്നെ 1 കിലോ. ഗ്രാമിനനുസരിച്ച് തൂക്കത്തിനനുസരിച്ചിട്ട് പൈസ. പോസ്റ്റ് ഓഫീസ് തന്നെ അധികം അയക്കാറ്. പോസ്റ്റ് ഓഫീസ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു അല്ലേ? പോസ്റ്റാകുമ്പോൾ കുറച്ചും കൂടെ നല്ലത് പോസ്റ്റാണ്. കൊറിയർ ആകുമ്പോൾ നല്ലത് തന്നെ. പക്ഷേ കൊറിയർ ആകുമ്പോൾ നമുക്ക് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ കൊറിയർ അവിടെ എത്തും. പക്ഷേ നമ്മൾ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും. 90% ഓഫീസിൽ പോയിട്ട് വാങ്ങിക്കേണ്ടി വരും. ചില പ്രത്യേക ഓഫീസുകളിൽ മാത്രമേ ഇവർ കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ അവർ തന്നെയാണ് ഞാൻ അയക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെ. അപ്പോൾ ഈ മോനായിട്ട് ഇത് ഈ ടെറസിന്റെ മുകളിൽ വീഴുന്നതിന് മുന്നേ എന്തായിരുന്നു പ്രൊഫഷൻ? ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഫാർമസി കോളേജിലായിട്ട് വർക്ക് ചെയ്യുന്നതായിരുന്നു. നേരെ ഫാർമസി കോളേജിലായിരുന്നു. കോളേജിൽ എന്തായിട്ടാണ്? അവിടെ ലാബ് അസിസ്റ്റൻ്റായിട്ട്. കുറേ കാലം ഉണ്ടായിരുന്നല്ലോ അവിടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. പിന്നെ 2016 വീണു. പിന്നെ 4 കൊല്ലം പിന്നെ ജോലിക്ക് പോകാൻ പറ്റിയില്ല. 2020 റിട്ടയറായി പ്രായത്തിനനുസരിച്ചിട്ട്. അവിടെ അതിനുശേഷം പോയിട്ടില്ലല്ലോ? ഇല്ല, പോകാൻ പറ്റിയില്ല. പക്ഷെ 4 കൊല്ലം ലീവ് എടുത്തു. പല ലീവായിട്ട് ഇങ്ങനെ എടുത്തു. ESI ലീവെല്ലാം എടുത്തു. പിന്നെ 2020 റിട്ടയർ ചെയ്തു. അപ്പം പിന്നെ മക്കള് ആരൊക്കെയാണ്? 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ. ഒന്ന് മോളാണ്. പിന്നെ ഒരു മകനുണ്ട്. മകൻ പിന്നെ ഈ കൊല്ലം ഡിഗ്രി കഴിഞ്ഞപ്പോൾ ആൾ ഇവിടെ ഉണ്ടോ അതോ? ഇല്ല, അവൻ വേറെ ടൗണിൽ പോയി. അല്ല, ഇവിടെ നാട്ടിൽ